ഗസയിലെ വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ അമേരിക്ക നടത്തുന്ന ഇനീഷ്യേറ്റീവുകളെ നമ്മൾ എത്ര വിശ്വസിക്കും? എത്രയോ തവണ ഇത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇത് ഞാൻ അവസാനിപ്പിച്ചു, ഞാൻ ഇസ്രായേലിനോട് നിർത്തണമെന്ന് പറഞ്ഞു എന്നൊക്കെ പ്രതീക്ഷയുടെ വാക്കുകൾ ട്രംപ് എത്ര തവണ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് നടന്നു. നമ്മൾ നേരത്തെ അജിംസ് പറഞ്ഞതിൻ്റെ കോർ സംഗതി, ഈ യുദ്ധം നടക്കണോ വേണ്ടയോ നിൽക്കണോ എല്ലാം തീരുമാനിക്കുന്ന ഒറ്റ പോയിൻ്റാണ്, അത് അമേരിക്കയാണ്. അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന ട്രംപാണ്. അയാൾക്ക് തീരുമാനിച്ചാൽ ഈ മൊമെൻറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റും. അമേരിക്ക അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചാൽ തന്നെ ആ തീരുമാനത്തെക്കുറിച്ച് ട്രംപ് പറയുന്ന കാര്യങ്ങളെ, ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രംപ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും പൂർണ്ണമായി നമുക്ക് വിശ്വാസമെടുക്കാൻ കഴിയില്ല. വ്യാപാര ബന്ധങ്ങളുടെ കാര്യത്തിൽ, നയതന്ത്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ, യുദ്ധങ്ങളുടെ കാര്യത്തിലെല്ലാം ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ പറയുന്നത്. എന്ന് വെച്ചാൽ എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആത്യന്തികമായ താല്പര്യത്തിന് അപ്പുറം പോയിട്ട് അമേരിക്ക ഒരു പൊസിഷൻ എടുക്കുമെന്ന് തൽക്കാലം വിചാരിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്നൊരു ശുഭവിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നാളെ വെടി നിർത്തുമെന്നോ മറ്റന്നാൾ നിർത്തുമെന്നോ, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ ലോകത്തിന് മുമ്പിലേക്ക് തോന്നുന്നില്ല. ഇതെന്തോ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് വർക്കാവാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കാരണം അമേരിക്കയ്ക്ക് ഇത് അവസാനിപ്പിക്കാനാണെങ്കിൽ നേരത്തെയും അവസാനിപ്പിക്കാമായിരുന്നു. പിന്നെ ഇസ്രായേലിൻ്റെ താല്പര്യം അമേരിക്കയ്ക്ക് പ്രധാനമാണെന്നിരിക്കെ ഇസ്രായേലിൽ യുദ്ധത്തിൽ നിർത്താൻ തയ്യാറായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇസ്രായേൽ ഇപ്പം ഇത് നിർത്താൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേക ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നാൽ നിർത്തിയേക്കാം. അങ്ങനെയല്ലോ, കുറേ ആൾക്കാരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു, എല്ലാവരെയും കൊല്ലാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള തീരുമാനം എടുക്കുന്നതിന് കാരണം എന്തായിരിക്കും? അവർക്ക് നിർത്താനുള്ള മൂഡിലേക്ക് ഒരു റീസണും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് തുടരുന്നതിനൊരു റീസണുണ്ട്. അതെന്താണ്? ആഭ്യന്തരമായ അവരുടെ താല്പര്യങ്ങളാണ്. കാരണം അവർക്ക് യുദ്ധം നിർത്തിയിട്ട് നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ ഇപ്പോൾ നിർത്തിയാൽ ഇപ്പോഴും അദ്ദേഹം ക്രൈസിസിലാവും. പിന്നെ എങ്ങനെ അദ്ദേഹം നിർത്തും? അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹമാസിന് ഒരു പക്ഷേ ഇതൊക്കെ അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള ഒരു പ്രത്യേക സംഘം. ഞങ്ങൾക്ക് ഗസയുടെ ഭരണം വേണം, ഞങ്ങൾക്ക് ഫലസ്തീൻ ഭരിക്കണം, അങ്ങനെ ഭരണാധികാരികളായി കിങ് ആയിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷണൽ പവറായി ഞങ്ങൾക്കിരിക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയല്ല അത്. മറിച്ച് ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ജനിച്ച മനുഷ്യരുടെ രാഷ്ട്രാവകാശമാണ്. ആ രാഷ്ട്രാവകാശം നിവർത്തിച്ച് കിട്ടണമെന്ന ആവശ്യത്തിന് മേൽ മൂവ് ചെയ്യുന്ന ഒരു പോരാളി സംഘം അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഫൈറ്റർ ഗ്രൂപ്പാണത്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ഫലസ്തീന് ഫ്രീഡം കിട്ടുക, അവിടെ ഹമാസ് ഭരിക്കുക എന്നല്ല അവരുടെ മോഹം. അതൊരു ഫൈറ്റിംഗ് ഗ്രൂപ്പാണ്. അവരല്ലെങ്കിൽ മറ്റൊരാൾ ഭരിക്കുക. അവിടെ ഭരിക്കേണ്ടതും അവിടെ നിർണയാവകാശം എന്ന് പറയുന്നത് ഫലസ്തീനുകൾക്കായിരിക്കണം. അത് ഭരിക്കാനുള്ള അവകാശം ഫലസ്തീനുകൾക്കായിരിക്കണം എന്നുള്ളതാണ് അവരുടെ പോയിന്റ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ഫലസ്തീൻ കോസ് എന്ന് പറയുന്നത് അവഗണിക്കാനാവാത്തതാണെന്നുള്ള രാഷ്ട്രീയ സന്ദേശം അവർ ലോകത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് അവർ സക്സസ് ആണ്. അവർക്ക് ഒക്ടോബർ 7 ഒരു അറ്റാക്ക് അവർ നടത്തുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ ജയിക്കാൻ പോകുന്നതിൽ ഞങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിക്കാമോ, ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ഭയങ്കരമായ കൗണ്ടർ അറ്റാക്ക് വരുമെന്നും നമ്മളെ മുച്ചോട് മുടിക്കുമെന്നും അവർക്കറിയാം. പക്ഷേ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർ കാണുന്നത് എന്താണ്? ഫലസ്തീൻ രാഷ്ട്ര ആശയം ലോകത്ത് പുനഃസ്ഥാപിക്കുക. അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒക്ടോബർ 7 ശേഷം 20 രാഷ്ട്രങ്ങൾ അധികമായി ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പോയി പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കൂവി ഓടിക്കുന്നു. എവിടുന്ന്? UN നാഷണൽ അസംബ്ലിയിൽ നിന്ന് കൂവി ഓടിക്കുന്നു. ലോകത്തെല്ലായിടത്തും ഇസ്രായേലിൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നു. അതാണ് അവരുടെ ഒക്ടോബർ 7 വിജയം, ആൾക്കാർ കൊല്ലപ്പെട്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഹമാസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ഹമാസിനെ ഡിസ്റ്റേബ് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 20 നിർദ്ദേശങ്ങൾക്കകത്ത് അവിടെ ഒരു പ്രത്യേക സൈന്യം വന്ന് അവിടുത്തെ പീസ് സ്റ്റെബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അത് ഏത് സൈന്യമാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഏതൊക്കെ രാജ്യങ്ങളാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ആരൊക്കെ വന്ന് അവിടെ നിൽക്കും? അവിടെ വരുന്ന സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഇസ്രായേൽ സൈന്യം ഇനിയുള്ള ദീർഘകാലം ഗസയെ അവരുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും കൊണ്ടു നടക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അവിടെ ഇസ്രായേൽ പുറത്തു നിന്നുള്ള പല രാജ്യങ്ങളും ഒരു സംയുക്ത സൈന്യം വേറെ വന്ന് നിൽക്കാൻ സമ്മതിക്കുമോ? അങ്ങനെ വേറെ സൈന്യം ഉള്ളപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൽ അവിടെ കൂത്താടാൻ പറ്റുമോ? ഫലസ്തീനുകളുടെ സംരക്ഷണത്തിനാണ് ആ സൈന്യം വരുന്നതെങ്കിൽ ഫലസ്തീനുകളുടെ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ വിഘാതം ആരാണ്? ഇസ്രായേൽ പട്ടാളമാണ്. ഇസ്രായേൽ പട്ടാളം നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഈ സൈന്യം ഫലസ്തീനുകളെ രക്ഷിക്കും. അത് വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് വേറൊരു സംയുക്ത സൈനിക സംഘം വന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് ഗസയിൽ മാറി നിന്ന് പ്രത്യേക ഒരു സംഘമായിട്ട് പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ അവരെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ? ആരാണ്? ടോണി ബ്ലെയറും ട്രംപും കൂടിയാണോ അവർ ഭരണം നടത്താൻ പോകുന്നത്? അവർക്ക് ഗസയെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ അവർക്ക് എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം, അഫേഴ്സ് എല്ലാം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അതാണ് പറഞ്ഞത്, നടപ്പിലാക്കാനുള്ള പരിപാടിയല്ല. നടപ്പിലാക്കാനുള്ള പരിപാടിയാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാനേ. ഈവൻ ജനറൽ അസംബ്ലിയിൽ നിന്ന് കൂവി ഇറക്കി വിടുമ്പോൾ എന്താണ് അവിടുത്തെ പല രാജ്യങ്ങളിൽ വോക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ രാജ്യങ്ങൾക്കും ഫലസ്തീൻ പ്രശ്നത്തിൽ ആത്യന്തികമായ പരിഹാരമെന്ന ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ, UK-യും ഫ്രാൻസും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പുതിയ രാജ്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണ്? സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ആത്യന്തിക പരിഹാരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത്. അതിനെക്കുറിച്ച് ഇതിലെവിടെയും സംസാരിക്കുന്നില്ല. സംസാരിക്കാതെ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന
10-20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ സാധ്യമായേക്കും. സമാധാനം ഒരു കാലത്തും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കൂ, ഇന്ത്യ ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നിർണയാവകാശത്തെ അംഗീകരിച്ച് തരാതെ എപ്പോഴും ഇന്ത്യയുടെ കാര്യങ്ങൾ പുറത്തിരുന്ന് അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം കൂടെ തീരുമാനിക്കുകയാണ്. നമുക്കിവിടെ വോട്ട് ചെയ്യാൻ അവകാശമില്ല, നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആരാണ് തീരുമാനിക്കാൻ അവകാശമില്ല, നമ്മളെ നയിക്കേണ്ടതാരാണ് തീരുമാനിക്കാൻ അവകാശമില്ല, എല്ലാം തീരുമാനിക്കുന്ന പുറത്തുനിന്ന് ഒരാൾക്കാർ. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവരവിടെ ഇരുന്ന് തീരുമാനം എടുത്തിട്ട് ഇവിടെ നടപ്പിലാക്കും. ചിലപ്പോൾ ഇവിടെ ബോംബിടും, ചിലപ്പോൾ ടെൻറ്റ് കെട്ടിത്തരും, പിന്നെ ആ ടെൻറ്റിന് തീയിടും. ഇതൊക്കെ അവരാണ് തീരുമാനിക്കുക, നമുക്കൊരു റോളുമില്ല. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ പോവുക? അപ്പോൾ നിങ്ങളിപ്പോഴും ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹം വിചാരിക്കുന്നതാണ് ഇതൊരു അടിമത്തൊഴുത്തായി ഇവിടെ കിടക്കട്ടെ, അതിലെപ്പോൾ വേണമെങ്കിലും ആർക്കും ബോംബിടാനും ആർക്കും സൈനികമായി ഇൻവേഡ് ചെയ്യാനുള്ള അവകാശമുള്ള ഒരു നാട്. എന്തുകൊണ്ടാണ് ഒരു ഫലസ്തീൻ രാഷ്ട്രം എന്ന കൗസിനെക്കുറിച്ച് സംസാരിക്കാത്തതാണ്? അങ്ങനെ സംസാരിക്കാത്തിടത്തോളം കാലം ഇപ്പോൾ അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞ് അതിജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കുഞ്ഞ് കണ്ടു വളരുന്ന എന്താണ്? തൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹപ്രവർത്തകരും കൂടെയുള്ളവരും എല്ലാം ഒരു ഭീകര സംഘത്താൽ ആക്രമിച്ച് കൊല ചെയ്യപ്പെടുകയും ജീവിക്കാനും മുന്നോട്ട് പോകാനും നിർവാഹമില്ലാതെയാണ് ഇല്ലാത്ത കാഴ്ച കണ്ടാണ് വളരുന്നത്, നരകം കണ്ട്. അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടാവും. അത് നിങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ അവർക്ക് രാഷ്ട്രം കൊടുക്കണം, അവർക്ക് അവരുടെ രാജ്യം കൊടുത്ത് നിങ്ങൾ ഈ പ്രശ്നം തീർക്കുക. നിങ്ങൾക്ക് എന്താ തീർക്കാൻ പറ്റത്ത്? അപ്പോൾ അതിലേക്ക് പോകാതെ ഉണ്ടാക്കുന്ന ഏത് ഐഡിയയും ആത്യന്തികമായി നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഹമാസിൻ്റെ കുറേ നേതാക്കളെയോ അവരുടെ യൂണിഫോം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ ആത്യന്തികമായി അവിടുത്തെ പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മഭൂമി വേണമെന്ന് പറയുന്ന കോസിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തെ നിങ്ങൾക്ക് ആ ജന്മഭൂമി കൊടുക്കാതെ പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിലേക്ക് ഇത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ സീസ് ഫയർ പ്ലാൻ പോലും ഒട്ടും ലോജിക്കലല്ല എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു എന്തോ ഒരു ശുഭകാര്യം സംഭവിക്കാൻ പോകുമെന്ന് വിചാരിക്കുന്നതേ ഇല്ല. ഇസ്രായേലിൻ്റെ താല്പര്യം അത് അവസാനിപ്പിച്ചേക്കാം, ശരി ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾ ഇത്രയും പേരെ കൊന്നല്ലോ, നിർത്തിയേക്കാം എന്നതിലേക്ക് അവരെത്തിയിട്ടില്ല. അവർക്കങ്ങനെ എത്താൻ പറ്റില്ല. നെതന്യാഹുവിന് പ്രത്യേകിച്ച് വ്യക്തിപരമായി എത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇത് വേറെന്തോ ഒരു ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്.